സോ താങ്കൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇന്റർവ്യൂ പോയ ആളാണ് അല്ലേ? അപ്പം അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നല്ല ഇന്റൻസ് ആയിട്ട് GS-ഉം ഓപ്ഷനും എല്ലാം പഠിച്ചു പോയ ഒരാളാണ്. അപ്പൊ ഈ എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ 1 മാർക്ക് കിട്ടണമെങ്കിൽ UPSCയുടെ കീയും നമ്മുടെ കീ മാച്ച് ചെയ്യണം. ഇപ്പം എക്കണോമിക് ജോഗ്രഫി ഒക്കെ കീ ഉണ്ടാക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ മോഡൽസ് ആൻഡ് തിയറീസ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മുടെ തിയറിയും നമ്മുടെ കീയും UPSCയുടെ കീ ഏകദേശം മാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് GS പഠിക്കുന്നത് ജോഗ്രഫി ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ ജോഗ്രഫി പഠിക്കുന്നത് GS-നെ ഹെൽപ്പ് ചെയ്യുമല്ലോ. അതെ അതെ, അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? നമ്മുടെ ഓപ്ഷണൽ പേപ്പർ 2 വേണ്ടി നമ്മൾ കുറച്ച് പഠിച്ചാൽ മതി. GS നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ പേപ്പർ 2 നമുക്ക് കുറച്ച് ഈസിയാണ്. പിന്നെ ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആണ്, ഒരു സയൻസ് ഹ്യൂമാനിറ്റീസിൽ നിന്ന് വരുന്നവർക്കും മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റാണ്, സയൻസിൽ നിന്ന് വരുന്നവർക്കും ഈസിലി മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സബ്ജക്റ്റാണ് ജോഗ്രഫി. പക്ഷേ പിന്നെ ഒരു കാര്യം, GS-നെയും പേപ്പർ 2-നെയും സെപ്പറേറ്റ് ആയിട്ട് കാണാതിരിക്കുക. കാരണം എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സ് ഇപ്പം ഓപ്ഷണലിലാണല്ലോ ഈ ക്വസ്റ്റ്യൻ വന്നതെന്ന് ഓർത്ത് അവർ ജോഗ്രഫി മാത്രം എഴുതി വെച്ചിട്ട് മാർക്ക് കുറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ആ ഒരു ക്ലിയർ കട്ട് ഡിവിഷൻ ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ എവിടെ ചോദിച്ചാലും ആദ്യമേ ഒന്ന് ജോഗ്രഫീനെ പ്രയോറിറ്റൈസ് ചെയ്യുക, ബാക്കി GS-ൻ്റെ പോയിന്റ്സ് ഒക്കെ തന്നെ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഹായ് ഓൾ, ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത് സോണറ്റ് ജോസ് ആണ്. 2024 UPSC എക്സാമിനേഷനിൽ 54ാം റാങ്ക് കരസ്ഥമാക്കിയ മിടുക്കിയാണ്. നമുക്ക് സോണറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സോണറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് പറയാമോ? സർ, ഞാൻ വരുന്നത് മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് കോട്ടയം ഇടുക്കി ജില്ലയുടെ ബോർഡറായിരുന്നു. എൻ്റെ ഫാമിലി ഒരു കർഷക കുടുംബമാണ്. അച്ഛന്, അമ്മ, ചേട്ടന്, ചേച്ചി, പിന്നെ അവരെല്ലാം മാരീഡ്. അപ്പം എൻ്റെ ഒരു വലിയ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. പിന്നെ ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ സെൻറ് ആൻ്റണീസ് ഹൈസ്കൂൾ മുണ്ടക്കയം പഠിച്ചു. പിന്നെ സെൻറ് തോമസ് HSS എരുമേലി +2 ചെയ്തു. പിന്നെ ഡിഗ്രി ചെയ്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിറാൻഡ ഹൗസ് എന്ന കോളേജിലായിരുന്നു, ഫിസിക്സിലായിരുന്നു ചെയ്ത്. പിന്നെ ഡയറക്റ്റ്ലി തിരുവനന്തപുരത്തോട്ട് വന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇൻ്റർവ്യൂ വരെ പോയി, പക്ഷെ കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ 54th റാങ്ക്. ഇതായിരുന്നു എൻ്റെ ജേർണി. ഓക്കെ, താങ്കൾ എങ്ങനെയാണ് മുണ്ടക്കയത്ത് നിന്ന് ഇങ്ങനെ ഒരു ഡൽഹിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ എത്തുന്നത്? ഞാൻ സ്കൂളിൽ ഒക്കെ പഠിക്കാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നു. അതായത് കുറേ നല്ല കോളേജുകളുണ്ട് പഠിക്കാൻ, അവിടെയൊക്കെ പോയി പഠിച്ചാൽ നല്ലതാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പം ഞാൻ അന്വേഷിച്ചത്. അപ്പം UPSCയുടെ ഹബ്ബ് എന്ന് പറയുന്നത് തന്നെ ഡൽഹി ആയിരുന്നല്ലോ. അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി പോകാം. പിന്നെ എൻ്റെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. അപ്പം മിറാൻഡ ഹൗസ് എന്ന് പറഞ്ഞ കോളേജ് തന്നെ ഫിസിക്സിന് ഭയങ്കര പ്രൊമിനൻ്റ് ആയിട്ട് അറിയപ്പെടുന്ന കോളേജ്. അപ്പോൾ പിന്നെ ഡിസൈഡ് ചെയ്തെങ്കിൽ മിറാൻഡയിൽ പോവാം, ഡിഗ്രി ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് പോയതാ. ഓക്കെ, അപ്പം ഈ സിവിൽ സർവീസ് മോഹം എപ്പോഴാണ് വരുന്നത്? അതെൻ്റെ ചെറുപ്പം തൊട്ടുള്ള. ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്നാ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ എനിക്കൊരു സ്പെസിഫിക് പോയിന്റ് അറിയില്ല. പക്ഷേ ചെറുപ്പം തൊട്ട് എനിക്ക് ഒന്ന് 1-2 പഠിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും ടീച്ചേഴ്സ്. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു കളക്ടർ ആവണമെന്ന്. അപ്പം എനിക്ക് UPSC എഴുതിയാലേ കളക്ടർ ആവും അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല, പക്ഷേ കളക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ വന്നപ്പോൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു, അതിൻ്റെ പാർട്ടായിരുന്നു. അപ്പം അതിൽ നിന്നായിരുന്നു എൻ്റെ ആ ഒരു സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം കൂടുതലായിട്ട് സ്ട്രോങ് ആയത്. അങ്ങനെയാണ് വന്നത്. ഓക്കെ, സോ താങ്കൾ ഓപ്ഷണലായിട്ട് തിരഞ്ഞെടുത്തത് ജോഗ്രഫി ആയിരുന്നു. അതെ അതെ. അപ്പൊ ഈ ഫിസിക്സിൽ നിന്ന് ജോഗ്രഫിയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഞാൻ ഡിഗ്രി പഠിക്കുമ്പോഴേ തീരുമാനിച്ചിരുന്നു എന്താണെങ്കിലും ഞാൻ ഫിസിക്സ് ഓപ്ഷനിൽ എടുക്കില്ലെന്ന്. കാരണം ഞാൻ അവിടെ ഓണേഴ്സ് ഡിഗ്രിയാണ് ചെയ്തത്. അപ്പം നമുക്കിങ്ങനെ പേപ്പർ വൈസ് ഇപ്പം ക്വാണ്ടം ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, അങ്ങനെ പേപ്പർ വൈസ് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഭയങ്കര ടഫാണ്. നമ്മൾ ഈ സാധാരണ ഡിഗ്രിക്ക് നമ്മൾ കാണുന്ന പോലത്തെ ഒരു സബ്ജക്റ്റ് അല്ലായിരുന്നു എനിക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് PYQ നോക്കിയപ്പോഴാണെങ്കിലും ഭയങ്കര ക്വസ്റ്റ്യൻസ് വരുന്നതെല്ലാം ഭയങ്കര പാടാണ്. ഇപ്പം തെറ്റിയാൽ കംപ്ലീറ്റ്ലി മാർക്ക് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ കുറച്ചുകൂടി ഈസിയർ ആയിട്ട്, ഇപ്പം 3 വർഷം ഫിസിക്സ് പഠിച്ചു, അതുകൊണ്ട് ഇനി ഈസിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുക്കാം എന്നുള്ള ഓപ്ഷനിലാണ് ജോഗ്രഫി. ആക്ച്വലി ഞാൻ ആന്ത്രോപോളജി ഡിസൈഡ് ചെയ്ത് വന്നായിരുന്നു. പിന്നെ ഞാൻ GS-ൻ്റെ ക്ലാസ്സിലിരുന്നപ്പോൾ അവിടുത്തെ സാറിൻ്റെ ക്ലാസ്സസ്, ക്ലൈമറ്റോളജി ക്ലാസ്സസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫിസിക്സ് സ്റ്റുഡൻസിന് കുറച്ചുകൂടി ആ ഒരു കോൺസെപ്റ്റുകളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ആന്ത്രോപോളജിയിൽ നിന്ന് ഫിസിക്സിൽ നിന്ന് ആന്ത്രോപോളജി ചാടി ആന്ത്രോപോളജിയിൽ നിന്ന് നേരെ ജോഗ്രഫിയിലെത്തിയത്. സോ ജോഗ്രഫി എടുക്കാൻ ഡിസൈഡ് ചെയ്തതിന് ശേഷം പിന്നെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങളുടെ സ്റ്റെപ്സ് ഒക്കെ? ഞാൻ ജോഗ്രഫി എടുക്കാൻ നോക്കിയപ്പം അന്നേരം ഓപ്ഷണൽ ക്ലാസ് ചെയ്യണം. അപ്പം ഞാൻ GS കോച്ചിങ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോഗ്രഫി ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ നോക്കി എനിക്ക് ഓപ്ഷണൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഡൽഹിയിലൊക്കെ ആണെങ്കിലും അവിടെ 3 വർഷം നിന്നുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ അപ്രോച്ച്. ഈവൻ അവിടെ അടുപ്പിച്ചടുപ്പിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒത്തിരി പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു അറ്റൻഷൻ ഒന്നും കിട്ടില്ല. പിന്നെ ഓൺലൈൻ ആണെങ്കിലും ഞാൻ അത്ര പോയി പഠിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഐലാൻഡിലാണ് ജോഗ്രഫി ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഐലാൻഡിലായിരുന്നു
ഫൗണ്ടേഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നത്. രാവിലെ എന്നും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ GSന് പോകുന്നതിന് മുമ്പ് 7 to 8:30 ഞാൻ റെഗുലർലി ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതായിരുന്നു എൻ്റെ ആ ഒരു ജോഗ്രഫി ആ സമയത്തുള്ള പ്രിപ്പറേഷൻ. സോ താങ്കൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇന്റർവ്യൂ പോയ ആളാണ് അല്ലേ? അപ്പം അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നല്ല ഇന്റൻസ് ആയിട്ട് GSും ഓപ്ഷനും എല്ലാം പഠിച്ചു പോയ ഒരാളാണ്. അപ്പൊ ഈ ആദ്യത്തെ തവണ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഓപ്ഷനിന് വേണ്ടി ഒരു പഠനം എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി പഠിച്ച സമയത്ത് എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ റെഗുലർലി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അന്ന് തന്നെ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ വീക്കിലി റിവൈസ് ചെയ്യുക എന്നുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ ആൻസേഴ്സ് ഇങ്ങനെ വീക്കിലി ടെസ്റ്റുകളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ആൻസർ എഴുതി കൊടുക്കേണ്ട സമയത്തോ ആൻസർ റൈറ്റിങ്ങും ഫോളോ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഓപ്ഷണലിനേക്കാൾ കൂടുതൽ ഞാൻ ആ സമയത്ത് GSലായിരുന്നു കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിരുന്നു. ഇപ്പം ടെസ്റ്റ് എഴുതാനാണെങ്കിലും ആൻസേഴ്സ് എഴുതാനൊക്കെ ആണെങ്കിലും. പിന്നെ ചെയ്തത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഓപ്ഷണലിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. പ്രിലിംസ് ക്ലിയർ ചെയ്തപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചു എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളപ്പം ഓൾറെഡി എനിക്ക് ആ ഒരു ഫൗണ്ടേഷൻ അവിടുന്ന് ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ ഞാൻ അതിൽ കണ്ടന്റ് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഫോക്കസ് ആയിരുന്നു. അപ്പം ഡൽഹിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കണ്ടന്റ് എൻറിച്ച്മെന്റ് ചെയ്തു. അതിൻ്റെ കൂടെ ഐലേണിൽ മറ്റേ ഫൗണ്ടേഷൻ്റെ പാർട്ടായിട്ടുള്ള ടെസ്റ്റ് സീരീസ് പ്രോപ്പർലി ഫോളോ ചെയ്തിരുന്നു. അതായിരുന്നു എൻ്റെ ആ ഒരു ഓപ്ഷണൽ പ്രിപ്പറേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ഓക്കെ. സോ സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് വന്നപ്പം താങ്കൾക്ക് ജോഗ്രഫിയിൽ നല്ലൊരു ജമ്പ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ എന്തായിരുന്നു പ്രത്യേകമായിട്ട് ചെയ്തത്? ആ ഒരു സെക്കൻഡ് അറ്റംപ്റ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ മാക്സിമം കണ്ടന്റ് അക്യുമുലേഷൻ, ഞാൻ പറഞ്ഞില്ല പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് PYQ ഒക്കെ കാണുമ്പം കുറേ പോർഷൻസിനൊക്കെ എനിക്ക് കണ്ടന്റ് ഇല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പം എന്ത് ചെയ്യും, ഇപ്പം മോസ്റ്റ്ലി ഞാൻ പഠിക്കാനായിരുന്നു ശ്രമിച്ചത്, കണ്ടന്റ് എങ്ങനെ എൻറിച്ച് ചെയ്യാം, ആക്യുമുലേറ്റ് ചെയ്യാം. അപ്പം ആൻസർ റൈറ്റിങ്ങിൽ ഒത്തിരി ഫോക്കസ് കൊടുത്തിട്ടില്ല. അപ്പം ആ ഫസ്റ്റ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ ഗ്യാപ്പിൽ ഞാനൊരു കണ്ടന്റ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പം അതിൽ നിന്ന് എൻ്റെ ജോഗ്രഫിക്കൽ നോളജ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി. അതായത് നമ്മൾ അവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ടോപ്പിക് എടുക്കുക, PYQ അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നോട്ട്സ് ഉണ്ടാക്കുക, അതിനെ ബേസ് ചെയ്ത കേസ് സ്റ്റഡീസ്, എക്സാമ്പിൾസ്, അങ്ങനെ ഒരു ഷീറ്റിൽ ഇത്രയും കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പം അതിൽ നിന്ന് എൻ്റെ ജോഗ്രഫിക്കൽ നോളജ് ഇമ്പ്രൂവ് ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ടന്റിൽ ഇനി എനിക്ക് ഇഷ്യൂ ഒന്നും വരുന്നില്ല. അപ്പം സെക്കൻഡ് അറ്റംപ്റ്റിൽ മെയിൻലി ചെയ്ത ആൻസർ റൈറ്റിംഗ് ചെയ്തു. പ്രോപ്പർ ടെസ്റ്റ് സീരീസ് 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് എടുത്തു. അത് കൂടാതെ ഡെയിലി ആൻസർ റൈറ്റിംഗ്, മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെല്ലാം തന്നെ ഞാൻ ആൻസേഴ്സ് എഴുതി പഠിച്ചിട്ടുണ്ട്. കാരണം പേപ്പർ 1 നമ്മൾ നോക്കുമ്പോൾ അറിയാം നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ്, അതായത് എസ്പെഷ്യലി ഓപ്ഷണലിൽ പേപ്പർ 1 കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആവും. അപ്പം തീം ബേസിൽ ഞാൻ PYQ എല്ലാം നോട്ട്സ് എഴുതിയിരുന്നു. അതായത് ക്വസ്റ്റ്യൻസ് എഴുതി പ്രോപ്പർ നോട്ട് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ പേപ്പർ 2 വന്നപ്പോൾ കുറേ വാല്യൂ അഡിഷൻസ് ചെയ്തു. അതായത് എനിക്ക് കണ്ടന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പേപ്പറിൽ എപ്പോഴും വരുന്നില്ലായിരുന്നു. ഇപ്പം ഫസ്റ്റ്ലി കേസ് സ്റ്റഡീസ് ഞാൻ കുറേ ആഡ് ചെയ്തു. എല്ലാ ആൻസേഴ്സിനും എനിക്ക് 1-2 കേസ് സ്റ്റഡി ഞാൻ മസ്റ്റായിട്ട് ആഡ് ചെയ്തു. എക്സാമ്പിൾസ് കൊണ്ടുവരുമായിരുന്നു. പിന്നെ മാപ്പ്, നേരത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഇന്ത്യയുടെ മാപ്പ് അല്ലെങ്കിൽ വേൾഡ് മാപ്പ് മാത്രമായിരുന്നു. ഇപ്പം എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അത് മാത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പം ഈ തവണ ഞാൻ റീജിയണൽ മാപ്സ്, അതായത് ഇപ്പം നോർത്ത് ഈസ്റ്റിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ മാപ്പ് വരയ്ക്കും. അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും പോർട്ടിൻ്റെ ആണെങ്കിൽ ഇപ്പം എക്സാമ്പിൾ കോട്ട് ചെയ്യുമ്പോൾ വിഴിഞ്ഞം കോട്ട് ചെയ്താൽ കേരളത്തിൻ്റെ റഫ് ആയിട്ടുള്ള ഒരു മാപ്പ് വരച്ചിട്ട് വിഴിഞ്ഞം ഇത് മാർക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ എനിക്കൊന്ന് റീജിയണൽ മാപ്സും ഒക്കെ കൂടുതൽ ആഡ് ചെയ്തു. അതാണ് ആ ഒരു 138 നിന്ന് 158 ഒരു ജമ്പ് വന്നത്. സോ ഈ പേപ്പർ 1 നോക്കുകയാണെങ്കിൽ ഇപ്പം കുറേ മൊഡ്യൂൾസ് ഉണ്ട്. പിന്നെ സാമാന്യം നല്ലൊരു കണ്ടന്റ് വേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ താങ്കൾ എപ്പോഴും ഒരു സെലക്റ്റീവ് അപ്രോച്ച് ഫോളോ ചെയ്തിരുന്നു. അതായത് ഇപ്പം ഏതെങ്കിലും ഒക്കെ ഒരു എല്ലാ ടോപ്പിക്കും പഠിക്കുന്നു, പക്ഷേ നമ്മൾ ഡെപ്തിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ചോദ്യം വരികയാണെങ്കിൽ ഞാൻ വിടുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്രോച്ച് എന്തെങ്കിലും ചെയ്തിരുന്നു? എൻ്റെ അപ്രോച്ച് തന്നെ അതായിരുന്നു. അതായത് പേപ്പർ 1 പാർട്ട് 1 ഫിസിക്കൽ ജോഗ്രഫിന്ന് ഞാൻ മോസ്റ്റ്ലി ചൂസ് ചെയ്തിരുന്നത് ക്ലൈമറ്റോളജി, ഓഷ്യനോഗ്രഫി പോലത്തെ ടോപ്പിക്സാണ്. കാരണം ബയോ ജോഗ്രഫി ആണെങ്കിലും എൻവയോൺമെന്റ് ജോഗ്രഫി ഇതൊക്കെ എനിക്ക് അത്യാവശ്യം ഞാൻ സ്ട്രോങ് ആണ്. കാരണം GSന്റെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ എഴുതിയ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്നറിയാം. പക്ഷേ ജിയോമോർഫോളജി എന്നെ കൊണ്ട് കൂട്ടിയാൽ പറ്റുന്ന ഒരു സംഭവം അല്ലെന്ന് എനിക്കറിയാം. കാരണം അതിൻ്റെ അകത്ത് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ചില സമയത്ത് നമുക്ക് ഭയങ്കര വിയേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജിയോമോർഫോളജി എന്ത് വന്നാലും വിടുക. അതായത് എന്തെന്നല്ല, ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ സൈക്കിൾ ഓഫ് ഇറോഷൻ, ലാൻഡ് ഫോം ഡെവലപ്മെന്റ്, സ്ലോപ്പ് ഡെവലപ്മെന്റ് ഇതൊക്കെ PYQൽ റിപ്പീറ്റഡ്ലി വരുന്നു. അപ്പം അതിനൊക്കെ ഞാൻ ആൻസർ എഴുതാൻ പറ്റുന്ന പോലെ നോട്ട്സ് ഉണ്ടാക്കി. അതായത് 2 പേജർ നോട്ട്സ് ഉണ്ടാക്കി. ബാക്കിയുള്ള ഏരിയ വരുമ്പം ഇപ്പം അറിയത്തില്ലാത്ത, എനിക്ക് തോന്നുന്നു ഈ ഔട്ട് ഓഫ് ദി ബോക്സ് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് മെജോറിറ്റി വരുന്ന ജിയോമോർഫോളജിയിൽ. അപ്പം അവിടെ ഇപ്പോൾ 1-2 ക്വസ്റ്റ്യൻ വന്നാലും അത് അറിയാമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ അതിനുവേണ്ടി കുറേ സമയം കളയാതെ ഇപ്പം ബാക്കിയുള്ള ഇപ്പം ക്ലൈമറ്റോളജി അല്ലെങ്കിൽ ഓഷ്യനോഗ്രഫി ഇതിനൊക്കെയായിരുന്നു ഞാൻ കൂടുതൽ എംഫസൈസ് കൊടുത്തിരുന്നത്. ഹ്യൂമൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോഴോ? ഹ്യൂമൻ ജോഗ്രഫി എനിക്ക് അതിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത മോഡൽസ് ആൻഡ് തിയറീസ് ആയിരുന്നു. കാരണം അതിൻ്റെ അകത്ത്
കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അത് വന്നാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന മോസ്റ്റ്ലി അതിൻ്റെ ആ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് വെച്ചാൽ ഇന്ന തിയറി, ഇതിൻ്റെ ആപ്ലിക്കേഷൻ, എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ, ഇങ്ങനെ ആയിരിക്കും ആ UPSCയുടെ ഒരു ക്വസ്റ്റ്യൻ വരിക. അപ്പം അതിന് ഞാൻ മോഡൽസ് ആൻഡ് തിയറീസ് നന്നായിട്ട് പഠിച്ചിരുന്നു. പിന്നെ പെർസ്പെക്റ്റീവ്സിൽ എനിക്ക് അത്യാവശ്യം ഹോൾഡ് ഉണ്ടായിരുന്നു. കാരണം അത് പ്രോപ്പർലി അങ്ങനെ എഴുതിയില്ലെങ്കിൽ കൂടി ഇപ്പം പെർസ്പെക്റ്റീവ്സിലൊക്കെ വരുമ്പോഴും ഇങ്ങനെ ഓരോ ടോപ്പിക് വൈസ് ആയിരുന്നു ക്വസ്റ്റ്യൻ വരുന്നത്. വെൽഫെയർ ജോഗ്രഫി അല്ലെങ്കിൽ ഹ്യൂമനിസം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്കൊരു നോട്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ജോഗ്രഫേഴ്സിനെയൊക്കെ ഞാൻ കോട്ട് ചെയ്യുമായിരുന്നു. അതായത് ഇന്ന ടോപ്പിക്സിൽ ഇപ്പോൾ വെൽഫെയർ ജോഗ്രഫി വന്നാൽ ഇത്ര ജോഗ്രഫേഴ്സ് അതിനുണ്ട്, അപ്പം അവരുടെ ജോഗ്രഫേഴ്സിനെ പേര് ഇവിടെ ആഡ് ചെയ്യുക, അങ്ങനത്തെ ഇതായിരുന്നു വന്നിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു എക്കണോമിക് ജോഗ്രഫിയൊക്കെ ഇത് വന്നാലും ട്രേഡ് അങ്ങനത്തെ അത് കുറച്ചുകൂടെ ഡൈനാമിക് ആയതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാൻ നോക്കും. കാരണം അത് എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ 1 മാർക്ക് കിട്ടണമെങ്കിൽ UPSCയുടെ കീയും നമ്മുടെ കീ മാച്ച് ചെയ്യണം. ഇപ്പം എക്കണോമിക് ജോഗ്രഫി ഒക്കെ കീ ഉണ്ടാക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ മോഡൽസ് ആൻഡ് തിയറീസ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മുടെ തിയറിയും നമ്മുടെ കീയും UPSCയുടെ കീ ഏകദേശം മാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടുന്നുള്ള ഐഡിയയിൽ ഈ ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്തു. നമുക്കൊരു അറിയാൻ പാടില്ലാത്തൊരു ചോദ്യം വന്നു കമ്പൽസറി ഏരിയയിൽ. അപ്പോൾ താങ്കൾ അത് എങ്ങനെ ലീവ് ചെയ്യുമോ അതോ എന്തെങ്കിലും എഴുതാൻ ശ്രമിക്കുമോ? ഞാൻ ഫസ്റ്റ്ലി അതിന് ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും. അതായത് എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ട് വന്നിട്ട് അത് എഴുതാമെന്ന് വിചാരിക്കും. പിന്നെ ഇതറിയാലോ, ഇപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്ക് വന്നാൽ അത് ഏത് ഏരിയ എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കും. ഇപ്പം ഇന്ന മൊഡ്യൂളിൽ നിന്ന് മോസ്റ്റ്ലി നമുക്ക് അറിയത്തില്ലാത്ത സാധനങ്ങൾ വരുന്ന ജിയോമോർഫോളജിയിലായിരിക്കും. ഇപ്പം ജിയോമോർഫോളജി തന്നെയാണെങ്കിലും അത് ഇപ്പം സൈക്കിൾ ഓഫ് ഇറോഷൻ ലാൻഡ് ഫോം ആണോ, അല്ലെങ്കിൽ സാധാരണ ലാൻഡ് ഫോംസ് ആണ് അങ്ങനെ ഔട്ട് ഓഫ് ദി ബോക്സ് വരാറുള്ളത്. അപ്പം അത് ഏത് ഏരിയ എന്നാന്നുള്ളത് നോക്കിയിട്ട് ആ ഏരിയ ആയിട്ട് എനിക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ അത് ഫാക്ച്വലി എറർ അല്ലാത്ത രീതിയിൽ എഴുതി വെക്കുന്നു. കാരണം ഫാക്ച്വലി എറർ ആയിട്ട് എഴുതുമ്പോഴാണല്ലോ നമുക്ക് മാർക്ക് കിട്ടാതിരിക്കുന്നത്. ഇപ്പം ഒരു വേഗ് ഐഡിയയിൽ അറിയത്തില്ലാത്ത സാധനങ്ങൾ ഒരു വേഗ് ഐഡിയയിൽ എഴുതുക എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ സമയം കിട്ടില്ലെങ്കിൽ ലീവ് ചെയ്യും. പേപ്പർ 2 വന്നാൽ പേപ്പർ 2 കണ്ടന്റ് ഒരു ബേസ് കണ്ടന്റ് വേണം. അപ്പൊ ആ ഒരു ബേസ് കണ്ടന്റ് താങ്കൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? അപ്പം പേപ്പർ 1 ഒബ്വിയസ്ലി നമ്മൾ കണ്ടന്റ് സൈഡ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കാം. പക്ഷെ പേപ്പർ 2 കണ്ടന്റ് ഒരു ബേസ് കണ്ടന്റ് വേണമല്ലോ. അതെങ്ങനെയാണ് എന്താണ് ഗ്യാപ്സ് ഒക്കെ പ്ലഗ് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കിയത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു പേപ്പർ 2 പ്രിപ്പറേഷനും GS പ്രിപ്പറേഷനും ഭയങ്കര കോമൺ ആയിരുന്നു. ആകെപ്പാടെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ GS 2 അല്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് പേപ്പർ 2 സ്പെസിഫിക്കലി വരാറുണ്ട്. സപ്പോസ് ഇപ്പം വെജിറ്റേഷൻ്റെ മാപ്പ് ആണെങ്കിൽ അങ്ങനത്തെ കുറേ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഞാൻ GS 2 വേണ്ടി സ്പെഷ്യലി നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ GS ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രിപ്പറേഷൻ ആയിരുന്നു. കാരണം ഇപ്പം നമുക്ക് സിലബസ് എടുത്താൽ അറിയാം എല്ലാം തന്നെ ഇപ്പം ഫിസിക്കൽ സെറ്റിംഗ് തൊട്ട് ഇപ്പം സ്പേസ്, ഇപ്പം പേപ്പർ 2 ഒരു ടോപ്പിക്കാണ് സ്പേസ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിനെല്ലാം എനിക്ക് ബേസിക്കലി GSന് എനിക്ക് നോട്ട് ഉണ്ടായിരുന്നു. അപ്പം സ്പെസിഫിക്കലി ഞാൻ ഒരു നോട്ടും ഉണ്ടാക്കിയില്ല. പിന്നെ ചെയ്ത ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ എല്ലാത്തിനും കേസ് സ്റ്റഡി. ഇപ്പം GSനാണെങ്കിൽ നമ്മൾ കേസ് സ്റ്റഡീസ് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഓപ്ഷണലിൽ ഞാൻ എല്ലാത്തിനും കേസ് സ്റ്റഡി കളക്ട് ചെയ്തിരുന്നു പ്രിപ്പറേഷനായിട്ട്. അത് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സോ മാപ്പിന്റെ ചോദ്യങ്ങൾ അതിനെ എങ്ങനെയായിരുന്നു ടാക്കിൾ ചെയ്തിരുന്നത്? അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് സത്യത്തിൽ ഇതെല്ലാം ഈ മാപ്പ് ചോദിക്കുന്നതെല്ലാം നമ്മുടെ ഏതെങ്കിലും മൊഡ്യൂളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ കൂടെ പഠിച്ചു പോകായിരുന്നു, അത് സെപ്പറേറ്റ് ആയിട്ട് അതിന് ഒരു പഠിക്കാനായിട്ട് സമയം കൊടുക്കുമായിരുന്നു? ഞാൻ മാപ്പ് സെപ്പറേറ്റ് പഠിക്കുന്നത്. കാരണം എനിക്ക് മാപ്പിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ. അപ്പം നമ്മുടെ ഈ ഔട്ട്ലൈൻ മാത്രമുള്ള മാപ്പ് വാങ്ങിച്ചിട്ട് ഈ പ്രേം പട്ടേലിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതായത് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ അധികം നമുക്ക് തന്നെ കിട്ടും. പുള്ളി ഇങ്ങനെ ഗ്യാപ്പുകൾ, മൗണ്ടൻ റേഞ്ചസ്, റിവേഴ്സ് അതൊക്കെ മാപ്പ് ചെയ്യുന്നത്. അപ്പം ഓരോ വീക്കിലി അല്ലെങ്കിൽ സമയം കിട്ടും. ഇപ്പോൾ ബോറടിച്ചിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ചെയ്യാൻ ഇഷ്ടമാണല്ലോ. അപ്പം ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ എടുത്തിട്ട് ആ പ്ലെയിൻ മാപ്പ് ചെയ്തായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളത് നമുക്ക് ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നത് വെച്ച് നമുക്ക് കുറേയും കൂടി കവർ ചെയ്യാൻ പറ്റും. കാരണം ഈ മാപ്പിംഗ് നോക്കിയാൽ നമുക്കറിയാം ഒരു 10 years ബാക്കിലെ ക്വസ്റ്റ്യൻസ് കുറേ നമുക്ക് ഈ PYQ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ PYQം ഈ പ്രേം പട്ടേലിൻ്റെ ബുക്കും വെച്ചാണ് പഠിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു അത് എഫക്റ്റീവാണ്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് 9 out of 10 മാപ്പിംഗ് ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നു. പക്ഷേ ഈ തവണ എന്താണെന്നറിയില്ല, ഈ തവണ എനിക്ക് 2 കിട്ടിയുള്ളൂ. കാരണം ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിരുന്നു. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു മാപ്പിങ്ങിന് വന്നിരുന്നത്. എനിക്ക് തോന്നുന്നു അതായത് പലപ്പോഴും സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ട് അവരൊന്ന് അതിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീനെ ഒന്ന് അലൈൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ താങ്കൾക്ക് 158 പേപ്പർ 2 കിട്ടി, പക്ഷെ താങ്കൾ 2 ചോദ്യമേ ചെയ്തിട്ടുള്ളൂ മാപ്പിങ്ങിന്. അപ്പൊ അതിനർത്ഥം നമ്മൾ പറയുന്ന ഏറ്റവും ടഫസ്റ്റ് ചോദ്യം അല്ല നിങ്ങളുടെ മാർക്ക് ഡിസൈഡ് ചെയ്യുന്നത്. അതെ. കാരണം നമ്മൾ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് പതറും. ഇപ്പം എൻ്റെ ഐഡിയ അതായിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് പേപ്പർ 2 എടുത്തത് കാരണം പേപ്പർ 1 പ്രോപ്പർലി തിയറി ഈ തവണ വന്നതെല്ലാം PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഹാപ്പി ആയിരുന്നു. അതായത് പേപ്പർ
1-ന് എനിക്ക് നല്ല സ്കോർ കിട്ടും. അപ്പോൾ പേപ്പർ 2-ൽ നന്നായിട്ട് സ്കോർ ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നു. പക്ഷെ എനിക്ക് മാപ്പിംഗ് നോക്കിയപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ആകെ എനിക്ക് തോന്നുന്നു പന്ന ടൈഗർ റിസർവും വേറൊരു ഏതോ ഒരു റെയ്ഡക്ക് എന്ന് പറഞ്ഞ റിവറും ഇത് രണ്ടും മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ സ്ഥലം മൊത്തം ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. പിന്നെ ഞാൻ വിചാരിച്ച് പോകുന്നത് പോട്ടെ എന്ന് വിചാരിച്ച് ബാക്കി ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഈ 2 ഓപ്ഷനും വന്ന് ഞാൻ എഴുതിയത്. പിന്നെ ബാക്കി എന്താ ബബിന, ഗുവ അങ്ങനെ ഏതൊക്കെയോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് സമയം കിട്ടിയിട്ട് ഞാൻ ഒന്ന് ആലോചിച്ചായിരുന്നു എവിടെ കുത്തണം. മീൻസ് നമ്മൾ സാധാരണ ലാംഗ്വേജ് വെച്ചാണെങ്കിൽ ഒന്നെങ്കിൽ നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഇന്ത്യൻ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാനത് വിട്ടു. ബാക്കി വരുന്നിടത്ത് വെച്ച് ബാക്കിയുള്ള ആൻസേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കിയത്. പേപ്പർ 2-ഉം GS-ഉം തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരേ ചോദ്യം GS-ലും ജോഗ്രഫിയിലും വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുള്ള ആൻസർ എഴുതുന്നത്. അത് നമ്മൾ ഈ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള പോയിന്റ്സുകൾ എഴുതാന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയായിരുന്നു താങ്കൾ ഒന്ന് ശ്രദ്ധിച്ചത്? അതായത് പേപ്പർ 2-ലെ GS ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ജോഗ്രഫിക്കലി പോയിന്റ്സ് ഡെവലപ്പ് ചെയ്തത്? അതിന് ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം ജി എസിലാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും എൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് വരിക. പക്ഷേ അത് ഓപ്ഷണലി വന്നാൽ എന്താണെങ്കിലും ഫസ്റ്റ് എൻ്റെ ആൻസർ ആസ് ജോഗ്രഫിക്കൽ പോയിന്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ജൂട്ട് കൾട്ടിവേറ്റിംഗ് ഏരിയ ഓഫ് ഇന്ത്യ, അതിനുള്ള ഡിക്ലൈൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ GS-ലും വന്നതാണ്. അതിന് മുമ്പ് ഓപ്ഷണലിലും വന്ന ക്വസ്റ്റ്യൻ. അപ്പം GS-ൽ വന്നപ്പം ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് തന്നെ ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വെച്ചാൽ. കാരണം പാർട്ടീഷൻ കഴിഞ്ഞു, കുറേ ജൂട്ട് മിൽസ് ബംഗ്ലാദേശിലേക്ക് പോയി, ബാക്കി പ്രൊഡ്യൂസിങ് ഏരിയ എവിടെയായിരുന്നു. അപ്പം യൂഷ്വലി അതിൽ നിന്നൊരു ഗ്രാജുവൽ ഡിക്ലൈൻ വന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ ജോഗ്രഫിക്കലി തുടങ്ങുമ്പോൾ ഞാനത് ജോഗ്രഫിയുടെ ഓപ്ഷണലി തുടങ്ങിയപ്പം ക്ലൈമറ്റ് വെച്ച് നോക്കി, പ്രസിപ്പിറ്റേഷനിൽ എന്തൊക്കെ ചേഞ്ച് വന്നു, ഹ്യൂമിഡിറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു, അങ്ങനെ ആ ഒരു ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എഴുതി കഴിഞ്ഞാണ് ബാക്കിയുള്ള പൊളിറ്റിക്കൽ റീസൺ അല്ലെങ്കിൽ സോഷ്യൽ റീസൺസിലേക്ക് പോയത്. പിന്നെ എനിക്ക് തോന്നുന്നു പേപ്പർ 1-ലാണ് GS-ലാണെങ്കിൽ നമ്മൾ അതിനൊരു ഇന്ത്യ മാപ്പ് വരയ്ക്കും. ഇന്ത്യയുടെ മാപ്പ് വെസ്റ്റ് ബംഗാളിൻ്റെ ആ റീജിയൻ, ഹൂഗ്ലി റിവറിൻ്റെ റീജിയൻ മാപ്പ് ഷെയ്ഡ് ചെയ്യും, ഇന്ന റീജിയൻ ആണ് ഇതെന്ന് പറയും. പക്ഷേ ജോഗ്രഫിയിൽ ഓപ്ഷണലാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് മാപ്പ് വരയ്ക്കാൻ നോക്കും. പിന്നെ എന്തെങ്കിലും കേസ് സ്റ്റഡീസ് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കും. അപ്പം എനിക്ക് തോന്നുന്നു കേസ് സ്റ്റഡി GS-ൽ പൊതുവെ നമ്മൾ എഴുതാറില്ല. അപ്പോൾ ഓപ്ഷനിൽ കേസ് സ്റ്റഡിയും ഈ ഡയഗ്രാം കുറച്ചുകൂടെ അതായത് സ്പെസിഫിക് ആയിട്ട് വരയ്ക്കുന്നതായിരിക്കും മേജറായിട്ട് അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നത്. ഈ ജോഗ്രഫി GS പഠിക്കുന്ന ജോഗ്രഫി ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ ജോഗ്രഫി പഠിക്കുന്നത് GS-നെ ഹെൽപ്പ് ചെയ്യുമല്ലോ. അതെ അതെ. അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? എസ്പെഷ്യലി ഇപ്പം ജോഗ്രഫിയിലെ GS ചോദ്യങ്ങൾ ചിലപ്പം കുറച്ചൊന്ന് ടഫൊക്കെ ആകാറുണ്ടല്ലോ. അപ്പൊ അത് ഒരു ഓപ്ഷൻ സ്റ്റുഡന്റ് എന്ന രീതിയിൽ താങ്കൾക്ക് കുറച്ചുകൂടെ ടാക്കിൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരുന്നു? എനിക്ക് തോന്നുന്നു ഏറ്റവും ഓപ്ഷനിൽ പഠിക്കുന്ന GS-നെ ഹെൽപ്പ് ചെയ്തത് ഈ വർഷത്തെ എക്സാമ്പിൾ തന്നെ പറയും. ഇപ്പം ഇത്തവണത്തെ ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നപ്പം എനിക്ക് തോന്നുന്നില്ല ഓപ്ഷനിൽ പഠിക്കുന്ന എനിക്ക് തന്നെ അത് പ്രോപ്പറായിട്ട് എന്താണെന്ന് അറിയില്ല. പക്ഷെ അപ്പം വെളിയിലുള്ള ഒരാളുടെ അവസ്ഥ ഒട്ടും അറിയില്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഓപ്ഷനിൽ പഠിച്ചാൽ നമുക്ക് കുറച്ച് ബെറ്റർ ഫ്രേസസ് ഒക്കെ കിട്ടും. അതായത് ഓഷ്യാനോ അറ്റ്മോസ്ഫിയറിക് ലിങ്കേജ്, അപ്പം അങ്ങനത്തെ കുറേ ഫ്രേസസ് ഒക്കെ ഇവിടെ ഉപയോഗിച്ചാൽ GS-ന്റെ പേപ്പർ നോക്കുന്നവർക്ക് നമ്മൾ തള്ളുവാന്ന് മനസ്സിലാവില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടായിട്ട് നമ്മൾ എഴുതുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം കിട്ടും. പിന്നെ നമ്മളിങ്ങനെ പഠിക്കുമ്പോഴാണെങ്കിലും കുറേ പഠിക്കാറുണ്ട്. ഈ പ്രോപ്പർലി ട്വിസ്റ്റർ ആണെന്ന് അറിയില്ലെങ്കിലും അതിനെ പറ്റി ടൈഫോൺ പോലത്തെ സാധനങ്ങൾ നമ്മൾ എഴുതാറുണ്ട്. അപ്പം ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് നമുക്കറിയാവുന്നതുകൊണ്ട് ഇപ്പുറത്തെടുത്ത് തള്ളുക എന്നുള്ള. ഇപ്പം എനിക്ക് തോന്നുന്നു ആ തള്ളൽ പാർട്ട് ഭയങ്കര ഈസി ആയിട്ട് നടക്കും. താങ്കൾക്ക് ഓപ്ഷൻ ജോഗ്രഫി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത്? ജോഗ്രഫി എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ജോഗ്രഫി ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാവരോടും സാധാരണ റെക്കമെൻഡ് ചെയ്യാറുള്ളതാണ് ജോഗ്രഫി. പക്ഷേ കാരണം നമുക്കൊരു പ്രിലിംസ് അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രിലിംസിൽ ഇപ്പം എനിക്ക് ഈ തവണയാണെങ്കിലും കുറേ ക്വസ്റ്റ്യൻസ് ജോഗ്രഫി ഓപ്ഷനുകാർക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. മെയിൻസിനാണെങ്കിലും പേപ്പർ 1-ൽ ജോഗ്രഫി ആസ് സച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പേപ്പർ 2-ൽ പൊളിറ്റിക്കൽ ജോഗ്രഫി ഓവർലാപ്പ് ഉണ്ട്, സ്പേസ്. പിന്നെ പേപ്പർ 3-ലാണെങ്കിൽ എക്കണോമിക് ജോഗ്രഫി, അഗ്രികൾച്ചർ. അപ്പം മെയിൻസ് ഓവർലാപ്പും ഉണ്ട്. നമ്മുടെ ഓപ്ഷണൽ പേപ്പർ 2-ന് വേണ്ടി നമ്മൾ കുറച്ച് പഠിച്ചാൽ മതി. GS നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ പേപ്പർ 2 നമുക്ക് കുറച്ച് ഈസിയാണ്. പിന്നെ ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആണ്, ഒരു സയൻസ് ഹ്യൂമാനിറ്റീസിൽ നിന്ന് വരുന്നവർക്കും മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റാണ്, സയൻസിൽ നിന്ന് വരുന്നവർക്കും ഈസിലി മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സബ്ജക്റ്റാണ് ജോഗ്രഫി. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, പ്രോപ്പറായിട്ട് ആൻസർ എഴുതണം. കാരണം സിലബസ് ഭയങ്കര വാസ്റ്റാണ്, ജോഗ്രഫിയുടെ സിലബസ് വാസ്റ്റാണ്. അപ്പം ഡെപ്തിൽ പഠിക്കാനിരുന്ന കുറേ പഠിക്കേണ്ടിയും വരും. പിന്നെ നമുക്ക് ആ ഒരു ആൻസർ റൈറ്റിംഗ് മാറ്റർ ചെയ്യും കാരണം ജോഗ്രഫിയിൽ. അപ്പം ഈ 2 ഫാക്ടേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി. നമ്മൾ ഇത്തവണ ജോഗ്രഫി വെച്ച് മെയിൻസ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട് പേപ്പർ 1-ൽ ഒരു 2 അഡ്വൈസും പേപ്പർ 2-ൽ ഒരു 2 അഡ്വൈസും.
പേപ്പർ 1 എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് പോകും. അതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കുക. അതായത് പേപ്പർ 1 ഇപ്പം തിയറി അങ്ങനത്തെ സാധനങ്ങളായതുകൊണ്ട് ഇന്ന തിയറി ഇന്നയാൾ ഇന്ന കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു. അപ്പം അതൊക്കെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം സാധാരണ UPSC ചോദിക്കാറ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് തിയറി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ദാറ്റ്, അതിൻ്റെ ലിമിറ്റേഷൻ, അതൊക്കെ നമുക്ക് കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫാക്ച്വൽ സാധനം പേപ്പർ 1 ഫാക്ച്വൽ സാധനങ്ങൾ എഴുതിയാൽ കുറച്ചുകൂടെ മാർക്ക് കയറുന്നൊരു ട്രെൻഡ് ഉണ്ട്. അത് ചെയ്യുക. പേപ്പർ 2 ആൻസർ റൈറ്റിങ്. കാരണം ആൻസർ റൈറ്റിങ് പേപ്പർ 2 GS ആയിട്ട് ഇപ്പം GSE വരുന്ന ക്വസ്റ്റ്യൻസ് പേപ്പർ 2 വരാം, പേപ്പർ 2 വരുന്ന GSലും വരാം. അപ്പം പ്രോപ്പറായിട്ട് ആൻസർ റൈറ്റിങ് ചെയ്യുക. കേസ് സ്റ്റഡീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് GSന് ഓപ്ഷണലിൽ വേണ്ട പ്രോപ്പർ ആൻസർ റൈറ്റിങ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, GSനെയും പേപ്പർ 2നെയും സെപ്പറേറ്റ് ആയിട്ട് കാണാതിരിക്കുക. കാരണം എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സ് ഇപ്പം ഓപ്ഷണലിലാണല്ലോ ഈ ക്വസ്റ്റ്യൻ വന്നതെന്ന് ഓർത്ത് അവർ ജോഗ്രഫി മാത്രം എഴുതി വെച്ചിട്ട് മാർക്ക് കുറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ആ ഒരു ക്ലിയർ കട്ട് ഡിവിഷൻ ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ എവിടെ ചോദിച്ചാലും ആദ്യമേ ഒന്ന് ജോഗ്രഫീനെ പ്രയോറിറ്റൈസ് ചെയ്യുക, ബാക്കി GSന്റെ പോയിന്റ്സ് ഒക്കെ തന്നെ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. സോണറ്റിന് ഓൾ ഇന്ത്യ റാങ്ക് 54 ആണ്. അപ്പം IAS കിട്ടുമായിരിക്കും അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ കളക്ടർഷിപ്പിലേക്ക് പോകുമ്പോൾ ഈ ഒരു ജോഗ്രഫിയുടെ നോളേജ് എങ്ങനെ ഹെൽപ്ഫുൾ ആവുമെന്നാണ് തോന്നുന്നത്? ആക്ച്വലി ഒരു ഏരിയയിൽ നമ്മൾ ചെല്ലുമ്പം അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് ലാർജ്ലി ജോഗ്രഫി ഡിറ്റർമൈൻഡ് ആയിരിക്കും. ഇപ്പം എടുക്കുകയാണെങ്കിൽ ഒരു ഹില്ലി ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോവുകയാണെങ്കിൽ അവരുടെ ഇന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവിടെ വരാൻ പോസിബിളി അവരുടെ വരാൻ സാധ്യതയുള്ള ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ നമ്മൾ ജോഗ്രഫിക്കലി പഠിക്കുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു പുതിയൊരു സ്ഥലത്തേക്ക് എനിക്ക് പോകുമ്പം ഈ ജോഗ്രഫിക്കൽ നോളജ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ പറ്റിയും അല്ലെങ്കിൽ അവിടുത്തെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊക്കെ ഒത്തിരി മനസ്സിലാക്കാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ജോഗ്രഫി അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ കുറേ ഡിസാസ്റ്റേഴ്സും എല്ലാ ഏരിയയും തന്നെ ഓരോ തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഫേസ് ചെയ്യുള്ളൂ. അപ്പം ആ ഒരു ജോഗ്രഫിക്കൽ നോളജ് ഇതിനെ ബെറ്റർ ആയിട്ട് മിറ്റിഗേറ്റ് ചെയ്യുന്നതിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കും. ഇത്ര നേരം നമ്മളോട് കൂടെ തൻ്റെ UPSC പ്രിപ്പറേഷൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചത് സോണറ്റ് ജോസ് ആണ്. 2024 UPSC എക്സാമിനേഷനിൽ 54ാം റാങ്ക് കരസ്ഥമാക്കിയ ഈ മിടുക്കിയുടെ ഓപ്ഷണൽ ആയിരുന്ന ജോഗ്രഫിയിൽ ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചതിൽ അതിലേന്ന് വലിയ സന്തോഷമുണ്ട്. സോണറ്റിൻ്റെ ഇനിയുള്ള ജേർണിയിൽ എല്ലാ വിഷസും നേരുന്നു. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.